വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ റിസൾട്ട് പഠിച്ച സമയത്ത് അവസാന ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട് അല്ലേ? UNO, ഫോർമേഷൻ ഓഫ് UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർമ്മാണം. കാരണം ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഇനിയൊരു ലോകത്തൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന. അപ്പം ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് ഫോം ചെയ്ത വർഷം എന്ന് പറയുന്നത് 1945 ഒക്ടോബർ 24 UNO ഫോം ചെയ്തത്. ഓക്കെ, അപ്പം 1945 നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ആ ഒരു വർഷമാണ് UNO ഫോം ചെയ്യുന്നത്, ഒക്ടോബർ 24. നമ്മൾ ഐക്യരാഷ്ട്ര ദിനമായിട്ടൊക്കെ ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ്, ഇതിൻ്റെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കാണ് UNOയുടെ ആസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സാധാരണ ഈ ഭാഗത്ത് എക്സാമിന് ചോദിക്കാറുള്ളത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ഇതിൻ്റെ UNOയുടെ. ഒന്നാമത് നോക്കൂ, സേവ് ദ കമ്മിങ് ജനറേഷൻ ഫ്രം ദ ഡിസാസ്റ്റർ ഓഫ് വാർ. യുദ്ധഭീതിയിൽ നിന്ന് വരും തലമുറയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം? UNOയുടെ ഒരു ലക്ഷ്യം. അപ്പം ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ഇനി ലോകത്ത് ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? UNOയുടെ ലക്ഷ്യം. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോ. ലോകത്ത് ഒരുപാട് അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട്, നിയമങ്ങളുണ്ട്, അതൊക്കെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക ആരുടെ ലക്ഷ്യമാണ്? ഈ UNOയുടെ ലക്ഷ്യങ്ങളാണ്. പല രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ, അതിർത്തി കരാറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെയൊക്കെ ഇടപെടുന്നത് ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയാണ്. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മൂന്നാം നോക്കൂ, ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്. രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുക, ആ ഒരു പ്രക്രിയ, പല പരിപാടി നയങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക എന്നുള്ളതൊക്കെ ആരുടെ ലക്ഷ്യമാണ്? UNOയുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇതാണ് UNO ഭാഗത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ UNO പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഡീകൊളോണൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണം. നമ്മൾ ഈ ഒരു സമയത്ത് എത്തുമ്പം ലോകത്ത് ഈ ഒരു സന്ദർഭത്തിൽ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ഈ ഒരു സന്ദർഭത്തിൽ രണ്ട് രാജ്യങ്ങൾ ഗ്ലോബൽ പവറായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആൻഡ് USA അല്ലെങ്കിൽ അമേരിക്ക. അപ്പോൾ ഈ ഒരു സമയത്ത് ലോകത്ത് രണ്ട് രാജ്യങ്ങളുണ്ട് അല്ലേ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് കോളനികളിൽ അവരുടെ ലിബറേഷൻ മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഈ ഒരു ലിബറേഷൻ മൂവ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു സമരത്തെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു അല്ലെങ്കിൽ രാജ്യമായിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അപ്പോൾ നമുക്ക് പറയാം, ഈ കോളനികളിലെ സമരങ്ങളെ ആര് സപ്പോർട്ട് ചെയ്തിരുന്നോ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും സപ്പോർട്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ പഠിക്കാനുള്ളത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഡീകൊളോണൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കോളനികൾ നടന്നിട്ടുള്ള സമരങ്ങളിൽ ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഡീകൊളോണൈസേഷൻ നമുക്ക് ഇങ്ങനെ പറയാം, ഗ്രാജുവലി കോളനീസ് സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം ഫ്രം ദ ഇംപീരിയലിസ്റ്റ് കൺട്രോൾ. ദിസ് പ്രോസസ് കോൾഡ് ഡീകൊളോണൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണം. പതിയെ എന്ത് ചെയ്യാണ്? ഇംപീരിയലിസ്റ്റ് ശക്തികളിൽ നിന്ന്, സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് കോളനികൾ സ്വതന്ത്രമായിട്ട് മാറാം. ആ ഒരു പ്രക്രിയയാണ് ഏത് പേരിൽ നമ്മൾ വിളിക്കുന്നത്? അപകോളനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലിബറേഷൻ മൂവ്മെന്റിന് ഓരോ രാജ്യത്ത് ഓരോ ആളുകളാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, ഈ സൈഡിലൊരു സ്ലൈഡ് നമുക്ക് കാണാം. ഓരോ രാജ്യത്ത് അവരുടെ ലിബറേഷൻ മൂവ്മെന്റ് നേതൃത്വം നൽകിയ ആളുകളാണ്. ഒന്നാമത് നോക്കൂ, ഗാന്ധിജി അല്ലെ. ഗാന്ധിജി എവിടെയാണ് നേതൃത്വം നൽകിയത് നമുക്കറിയാം അല്ലെ, എവിടെയാണ്? ഇന്ത്യയിൽ. തൊട്ടടുത്ത് നോക്കൂ, ആരാണ്? നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ നേതൃത്വം നൽകിയ ആളാണ് ആര്? നെൽസൺ മണ്ടേല എന്ന് പറയും. രണ്ടാമത്തെ ആളെ നോക്കൂ, ഗാനയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ക്വാമി എൻ ക്രൂമ. അടുത്തത് കെനിയയിൽ നേതൃത്വം നൽകിയത് ആരാ? ജോമോ കെനിയാത്ത. അപ്പൊ ഈ 4 വ്യക്തികളുടെ പേരുകൾ നിങ്ങൾ പഠിക്കുക. ഈ ഒരു കോളനികളിൽ അവരുടെ ആ ഒരു സമരത്തെ നേതൃത്വം നൽകിയിട്ടുള്ള ഓരോ രാജ്യത്തെ ആളുകളാണ് ഈ 4 ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. എന്താണ് ഡീകോളനൈസേഷൻ? നമ്മൾ പറയുന്നത് കോൾഡ് വാർ ആണ്, അല്ലെങ്കിൽ ശീത സമരം എന്നാൽ എന്താണ്? ഓക്കെ, അപ്പം ഇതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് ലോകത്ത് 2 ശക്തികളുണ്ടല്ലേ. ആരൊക്കെയായിരുന്നു? USSRും അമേരിക്കയും. അവർ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് ആൻറ്റി ഫാസിസ്റ്റ് ഭാഗത്തായിരുന്നു അവർ സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് നല്ല ഒരു സൗഹാർദ്ദം ഉണ്ടായിരുന്നു. ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരുമിച്ചായിരുന്നു അവരുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു കോൾഡ് വാർ തുടങ്ങുന്നത് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം കാരണമാണ്. ആരൊക്കെയാണ്? USA അതുപോലെ തന്നെ USSRും, അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും. അപ്പം 2 ബ്ലോക്കുകളായിട്ട് ഇവർ തിരിഞ്ഞു. അമേരിക്ക നേതൃത്വം നൽകുന്നത് ക്യാപിറ്റലിസ്റ്റിനാണ്, അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥക്കാണ് ആര് പ്രാധാന്യം നൽകുന്നത്? USA പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനോ സോഷ്യലിസ്റ്റിനാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിനാണ് USSR പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ആശയങ്ങൾ ഒക്കെ പരസ്പരം ഒത്തുചേരാത്ത ഒരു സംഭവമാണ്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഏത്? കോൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു എനിമിറ്റി, ഒരു ശത്രുത. ദിസ് എനിമിറ്റി ബേസ്ഡ് ഓൺ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻ. ആശയപരമായിട്ട് നയതന്ത്രപരമായിട്ട് തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇത് കോൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഐഡിയോളജി, ഡിപ്ലോമാറ്റിക് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയപരമായിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നം, ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു യുദ്ധമല്ല. അപ്പോൾ ആശയപരമായിട്ടും നയതന്ത്രപരമായിട്ടും ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഏത്? കോൾഡ് വാർ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു യുദ്ധം ഉണ്ടാകാം, അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ഒരു പ്രശ്നമാണിത് കോൾഡ് വാർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നോൺ അലൈഡ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ചേരിചേരായ്മ, അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ലോകത്ത് 2 ശക്തികളുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഒരുപാട് രാജ്യങ്ങൾ, ഏഷ്യയിലെയും ആഫ്രിക്കയിലും ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമായിട്ട് മാറുന്നത്. അങ്ങനെ ഇവർ സ്വതന്ത്രമായിട്ട് വന്ന സമയത്ത് ഇവർ നോക്കുന്ന സമയത്ത് ലോകത്ത് 2 അധികാര കേന്ദ്രങ്ങളാണ് ഇവർ കാണുന്നത്. 2 ബ്ലോക്കിലുള്ള അധികാര കേന്ദ്രങ്ങൾ. അമേരിക്കയുടെ ബ്ലോക്കിലേക്ക് നോക്കുന്ന സമയത്ത് ക്യാപിറ്റലിസ്റ്റിന് പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ സോഷ്യലിസം ആണ് എവിടെയുള്ളത്? സോവിയറ്റ് യൂണിയനിലുള്ളത്. അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങൾ ഈ 2 ചേരിയിൽ പെടാതെ, അമേരിക്കയുടെ ഭാഗത്തും സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തും ചേരാതെ സ്വതന്ത്രമായിട്ട് ഒരു ചേരി അവർ നിർമ്മിച്ചു, ഈ പുതുതായി സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങൾ. അപ്പം നമുക്ക് നോക്കാം ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ദി ലിബറേറ്റഡ് നാഷൻസ് decided not to join any of the bloc and formed the non-alignment movement. അങ്ങനെ 2 ബ്ലോക്കിലും ചേരാതെ സ്വതന്ത്രമായിട്ട് ഒരു മൂവ്മെന്റ്സ് ഉണ്ടാക്കി, അല്ലെങ്കിൽ പുതിയൊരു ചേരി ഗ്രൂപ്പ് ഉണ്ടാക്കി. അതാണ് ഇത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയല്ലോ എന്താണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന് നേതൃത്വം നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയക്ക് നേതൃത്വം നൽകിയിട്ടുള്ള, പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യങ്ങളിൽ നേതാക്കന്മാരുടെ പേരാണ് നമ്മൾ ഈ സൈഡിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ആ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചേരിചേരായ്മയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്?
നെഹ്റുവാണ് അല്ലേ. അടുത്ത് നോക്കൂ, ഈജിപ്തിൽ ആരാണ്? നാസർ. മൂന്നാമത്തെ ആളെ നോക്കൂ, യുഗോസ്ലാവിയയിലുള്ള ടിറ്റോ, മാർഷൽ ടിറ്റോ. അടുത്തത് നാലാമത്തെ ആള് ആരാണ്? സുക്കാർണോ. അദ്ദേഹം എവിടെയുള്ള ആളാണ്? ഇന്തോനേഷ്യയിലുള്ള ആളാണ് ആര്? സുക്കാർണോ. അപ്പൊ ഈ 4 ആളുകളാണ് ഈ പുതുതായിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ ഒരു ചേരിചേരായ്മ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന് നേതൃത്വം നൽകിയ ആളുകളെന്ന് പറയുന്നത്. അങ്ങനെ ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് സ്ഥാപിച്ചു. അതിന്റെ ആദ്യ മീറ്റിംഗ് നടന്നിട്ടുള്ളത് 1955 ബന്ദൂങ്ങിൽ വെച്ചിട്ടാണ് ഈ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആദ്യം മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ അവർ പറയുകയുണ്ടായി. പ്രധാനമായിട്ടും അവർ പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്ത് ഒരു യുദ്ധം, അതുപോലെ തന്നെ ആയുധ മത്സരങ്ങൾ ഒക്കെ അല്ലെങ്കിൽ മിലിറ്ററി സൈനിക സഖ്യങ്ങളൊന്നും ലോകത്ത് സമാധാനം ഉണ്ടാക്കുകയില്ല. അതുപോലെ തന്നെ ഒരു എക്കണോമിക്കലായിട്ട് ഒരു രാജ്യം വളർന്നു വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ വെപ്പണും മിലിറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അവിടെ രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ അവർ ആ ഒരു മീറ്റിങ്ങിൽ അവർ പറയുകയുണ്ടായി. അങ്ങനെ ആ മീറ്റിംഗ് അവസാനിച്ച ശേഷം ഇതിൻ്റെ എല്ലാ രാജ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഒരു കോൺഫറൻസ്, ഒരു സമ്മേളനം നടന്നിട്ടുള്ളത് 1961 അത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യം അതാണ്. അതുപോലെ തന്നെ ഈ നെഹ്റുവിൻ്റെ ചില വാക്കുകളൊക്കെയാണ് ഈ നോൺ അലൈൻമെന്റിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോൺ അലൈൻമെന്റിൽ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വെസ്റ്റ് ഏഷ്യയാണ്, അല്ലെങ്കിൽ പശ്ചിമേഷ്യ. ഈ പശ്ചിമേഷ്യ 1-ാം ലോക മഹായുദ്ധ സമയത്ത് തുർക്കിക്കാരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തുർക്കി പരാജയപ്പെട്ട് ഈ ഒരു പ്രദേശം ബ്രിട്ടൻ്റെ കയ്യിൽ വരികയുണ്ടായി. ഈ ഒരു സമയത്ത് 1-ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സെക്രട്ടറി ആയിരുന്ന ബാൽഫർ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചാൽ ഈ ജൂത വിഭാഗക്കാർക്ക് ഒരു രാജ്യം നൽകുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ബാൽഫറിന്റെ പ്രഖ്യാപനമാണ്. അതാണ് നമ്മൾ ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ജൂത വിഭാഗക്കാർക്ക് എന്ത് വേണം? ഒരു രാഷ്ട്രം വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജൂത വിഭാഗക്കാർക്ക് ഒരു രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സിയോണിസം, അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രസ്ഥാന രൂപം കൊണ്ടു 1948 ഇസ്രായേൽ ഫോം ചെയ്യുന്നത്. അപ്പം ഇസ്രായേൽ രാജ്യം അവർ ആദ്യം പറഞ്ഞു എന്ത്, ജൂത വിഭാഗം ആളുകൾക്ക് എന്ത് വേണം? ഒരു രാജ്യം വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു പലസ്തീൻ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം ഇവർക്ക് എന്ത് കൊടുക്കുകയാണ്? ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജ്യം ഫോം ചെയ്യാൻ കാരണമായി 1948. അങ്ങനെ ഈ ഒരു ഇസ്രായേല് അവിടെ രാജ്യം നിർമ്മിച്ച്, അല്ലെങ്കിൽ ഒരു ജൂത രാഷ്ട്രം നിർമ്മിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫലസ്തീൻ ആളുകൾ നാട് വിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവരെ ഹോംലാൻഡ് ആയിരുന്നു ഫലസ്തീൻ ആളുകളുടെ, പക്ഷെ ജൂതന്മാർ അവിടെ രാഷ്ട്രം നിർമ്മിച്ചതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ആളുകൾ എന്ത് ചെയ്തു? അവിടുന്ന് കുടിയേറി അറബ് രാഷ്ട്രങ്ങൾക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു ജൂത രാഷ്ട്രം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ ഉത്ഭവം കാരണമായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇസ്രായേലിലെ രാജ്യമായി പലസ്തീൻ ആളുകൾ എന്ത് ചെയ്തു? മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇനി ആർക്ക് രാജ്യം വേണം? പലസ്തീൻ ആളുകൾക്ക് ഒരു രാജ്യം വേണം. അതിന് വേണ്ടിയിട്ട് അവരുടെ രാജ്യം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് PLO. ഇത് ഓർത്തു വെക്കാതെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. PLO ഇതിന് ഫുള്ള് നോക്കൂ നിങ്ങൾ. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? പലസ്തീൻ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിന് അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള യാസർ അറഫത്താണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 1933 അമേരിക്ക ഒരു മീഡിയേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഓസ്ലോ കരാറ് പ്രകാരം ഒരു പലസ്തീൻ ആളുകൾക്ക് ഒരു പ്രദേശം രാജ്യമായിട്ട് അംഗീകരിച്ചു. എന്നാൽ ഇന്നും ആ ഒരു പ്രശ്നം, ഇസ്രായേലും പലസ്തീനും ആ പ്രശ്നം ഇന്നും തുടർന്ന് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വെസ്റ്റ് ഏഷ്യയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 2 രാജ്യങ്ങളോടെ ഫോം ചെയ്തു, പലസ്തീന് അതുപോലെ തന്നെ ഇസ്രായേൽ. അത് എങ്ങനെയെല്ലാമാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ പഠിക്കാനുണ്ട്, ബാൽഫർ ഡിക്ലറേഷൻ. ഓക്കെ, അതാണ് ഈ വെസ്റ്റ് ഏഷ്യയിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു പാഠകത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എക്സാമിന് വരുന്ന ഒരു ഭാഗമാണ്
ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. അപ്പോൾ ലോകത്ത് രണ്ട് ശക്തികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകർന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് ഗോർബച്ചേവ്. ആ ഒരു സമയത്ത് അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു? ഗോർബച്ചേവ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ അത് എന്തിലേക്ക് നയിച്ചു? ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. അവിടുത്തെ രാഷ്ട്രീയമായിട്ട് സാമ്പത്തികമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പരാജയത്തിലേക്കാണ് അത് നയിച്ചിട്ടുള്ളത്. രണ്ടാമത് നോക്കൂ, ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൽ നിന്നുള്ള അവരുടെ വ്യതിചലനം. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയത്തിൽ നിന്ന് അവരുടെ ഒരു മാറ്റം, ഒരു ചിന്താഗതിയും ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. അത് നോക്കൂ, കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദ ബ്യൂറോക്രസി. അവിടെയുള്ള ഉദ്യോഗസ്ഥ വിഭാഗം ആളുകൾ ഒരു ഇൻഎഫിഷ്യൻസി, ഒരു കഴിവില്ലാത്ത ആളുകളായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്ത ആളുകളായിട്ട് മാറി. അതുപോലെ തന്നെ കറപ്ഷൻസ്, അഴിമതി, ധാരാളം അഴിമതികൾ അവിടുത്തെ ഭരണത്തിലൊക്കെ നടക്കുകയുണ്ടായി. അതൊക്കെ ഈ സോവിയറ്റ് യൂണിയയുടെ തകർച്ചയിലേക്ക് നയിച്ച കാരണങ്ങളാണ്. അത് നോക്കൂ, ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ചേഞ്ച് ഇൻ എക്കണോമിക് സെക്ടർ. അവിടെയുള്ള ഒരു സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അവർ നടപ്പിലാക്കുന്നതിലുള്ള പരാജയം. ഈ കാരണങ്ങളൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ തകരാനുള്ള കാരണം. അങ്ങനെ 1991 ഗോർബച്ചേവ് എന്ത് ചെയ്തു? ആ ഒരു പദവി ഉപേക്ഷിച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ശക്തികളുണ്ടായിരുന്ന ഒരു ശക്തി പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉയർന്നു വരുന്നത് ആരാണ്? നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ശക്തിയായിരുന്ന അമേരിക്ക ഉയർന്നു വന്നു. അപ്പോൾ ഇനി ലോകത്ത് ഒരു ധ്രുവം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, ഇതാണ് അമേരിക്ക. അപ്പോൾ എങ്ങനെയെല്ലാമാണ് അമേരിക്കയുടെ പവർ, അധികാരം ശക്തിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അമേരിക്ക ഡോമിനൻസ്. Utilizing international agencies, America provided finance and military aid to countries of world. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾക്ക് അമേരിക്ക എന്ത് ചെയ്തു? ഫിനാൻഷ്യലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു, അതുപോലെ തന്നെ സൈനിക സഹായങ്ങളും ചെയ്തു. അടുത്ത് നോക്കൂ, എക്സ്റ്റൻഡഡ് മിലിറ്ററി അലയൻസ്. സൈനിക സഖ്യങ്ങൾ പ്രഖ്യാപിച്ചു. മീഡിയ were used to promoted America vested interest. അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ, മീഡിയ ഒക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് അമേരിക്ക ഒരു ഗ്ലോബൽ പവറായിട്ട് ഇന്നും ഒരു വലിയ ശക്തിയായിട്ട് അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കക്കെതിരെ വിവിധ രാജ്യങ്ങൾ ആ ഒരു അമേരിക്കയുടെ പ്രവർത്തനത്തിനെതിരെ ഇന്നും പല രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അമേരിക്ക ഇതൊരു ഗ്ലോബൽ പവറായിട്ട് മാറി. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിനുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ പറയണം. നിലനിന്നിരുന്നു നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച കോൾഡ് വാർ, ശീതസമരം ഇല്ലാതായിട്ടുണ്ട്. ഏത് സമയത്ത്? ഈ ഒരു ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച കാരണം ശീതസമരം ഇല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ലോകത്തൊരു പവറായിട്ട് അമേരിക്ക ഇന്നും ഒരു ഗ്ലോബൽ പവറായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചരിത്ര പശ്ചാത്തലം നമ്മൾ ഓർക്കണം. രണ്ട് രാജ്യങ്ങളുണ്ടായിരുന്നു, പിന്നീട് അതിൻ്റെ തകർച്ച ശേഷമാണ് അമേരിക്ക ഒരു ഉയർന്ന രാജ്യമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത് നമ്മൾ പറയുന്നത് നിയോ ഇമ്പീരിയലിസം ആണ്, അല്ലെങ്കിൽ നവ സാമ്രാജ്യത്വം. ഓക്കെ, ഈ നവ സാമ്രാജ്യത്വം എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുരാഷ്ട്ര കമ്പനികൾ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ ഒരു രാജ്യത്തായിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കമ്പനി, അതിൻ്റെ രജിസ്ട്രേഷൻ അമേരിക്കയിലാണുള്ളത്, പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യ അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത്. അങ്ങനെ ആ രാജ്യങ്ങൾ എന്ത് ചെയ്യുക? ഈ അവികസിതവും അതുപോലെ തന്നെ വികസന രാജ്യങ്ങളിലൊക്കെ അവർ ഇടപെടാൻ തുടങ്ങി. വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും അതുപോലെ തന്നെ
പിന്നോക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ ഇടപെടാൻ തുടങ്ങി. ആ ഒരു ഇടപെടലിനെയാണ് നമ്മൾ ന്യൂ ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നവ സാമ്രാജ്യത്വം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം. ഈ നിയോ ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഇത് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം. കാരണം വ്യാപാര മേഖലകളിൽ ഉദാരമാക്കുക, ലിബറൽ ചെയ്യുക. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യുക, സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീക്കുക. അതിനാണ് നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അത് നോക്കൂ, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരിക്കുക. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായിട്ട് നന്മക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഈ വികസനത്തിന് വേണ്ടിയിട്ട് ഈ പൊതു ഉടമസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൈവറ്റൈസേഷൻ ചെയ്യുക, സ്വകാര്യവൽക്കരിക്കുക. അവിടെ നോക്കൂ, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അപ്പോൾ ലോകത്ത് എന്ത് ചെയ്യുക, എല്ലാ സാധനങ്ങളും ഒരു കുടക്കീൽ എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം, നമ്മൾ അമേരിക്കയിലുള്ള ഉൽപ്പന്നം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. അങ്ങനെ ലോകത്ത് എവിടെയുള്ള ഉൽപ്പാദനവും ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കാം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അത് നമുക്ക് ഇങ്ങനെ LPG എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഷോർട്ടാക്കാം. ഓക്കെ, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഈ ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ 3 പോയിന്റുകൾ നിങ്ങൾ പഠിക്കുക. അടുത്ത് നോക്കൂ, ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബലൈസേഷൻ ഈ ഡെവലപ്പിംഗ് കൺട്രിയെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. The intervention multinational companies challenged the concept of nation state. ഈ ദേശരാഷ്ട്രത്തിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഈ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വരവ് ആർക്ക് എതിരായിട്ട് മാറി, സ്വന്തം രാജ്യത്തിലേക്ക് ദേശരാഷ്ട്രത്തിലുള്ള കമ്പനികളെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ വരവോടെ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കമ്പനികൾ എന്ത് ചെയ്തു, പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ട് നിന്നു. അടുത്ത പോയിന്റ് നോക്കൂ, ലീഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജീനിയസ് കൾച്ചർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയമായിട്ടുള്ള സംസ്കാരങ്ങൾ തകർന്നു. എന്തിൻ്റെ ഫലമായിട്ട്, ഈ ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട്. കാരണം നമുക്കറിയാം, ഈ യൂറോപ്യൻ സംസ്കാരമൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട് അല്ലേ. നമ്മുടെ തനിതായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ മാറി നമ്മൾ ഒരു ആഗോള, എല്ലാവരും ഒരു സംസ്കാരത്തിൻ്റെ കീഴിലായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ ഭക്ഷണശീലികളൊക്കെ എന്ത് മാറിയിട്ടുണ്ട്, ഒരു ഗ്ലോബൽ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് പ്ലഞ്ച്ഡ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. ഇതിൻ്റെ ഫലമായിട്ട് ഇവരുടെ വരവ് കാരണം, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട്. അടുത്ത് നോക്കൂ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വേർ ഡിസ്ട്രോയിഡ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. ഗവൺമെൻറ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ. സാമൂഹിക സേവനങ്ങളിൽ നിന്നോ ആര് പിന്മാറി, ഗവൺമെൻറ് പിന്മാറി. അടുത്ത് നോക്കൂ, നാച്ചുറൽ റിസോഴ്സ് വേർ ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങൾ വലിയ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഡെവലപ്പിംഗ് കൺട്രി, വികസിത രാജ്യങ്ങളെ ഗ്ലോബലൈസേഷൻ എങ്ങനെയെല്ലാം ബാധിച്ചത് എന്നാണ് നമ്മൾ ഈ പോയിന്റിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ന്യൂ ഇമ്പീരിയലിസമാണ്. ന്യൂ ഇമ്പീരിയലിസമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ഏതൊക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളെ ബാധിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ തുടക്കം മുതൽ തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ ഓർക്കുക. ഈ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 1ാം ലോകമായതോ 2ാം ലോകമായതോ അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് നിങ്ങൾ പഠിച്ച് നല്ല സ്കോർ, ഈ പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ എഴുതുക. നമുക്കിനി അടുത്ത ഒരു പാഠഭാഗം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.